മേലേക്ക് സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ശക്തി ഇറങ്ങി വന്നു. ദൈവത്തിന്റെ ശക്തി ഇവന്റെ മേൽ ഇറങ്ങി വന്നപ്പോ അവിടെ ഉണ്ടായ സംഭവം, ഇവന്റെ കരത്തിൽ കെട്ടിയിരുന്ന പുതിയ 2 കയറും അത് ചന പോലെ കത്തി. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ പറയട്ടെ, നിന്നെ കെട്ടിയത് പുതിയ കയറായിക്കോട്ടെ, നിന്നെ കെട്ടിയത് 2 കയറും കൊണ്ടായിക്കോട്ടെ, പക്ഷേ അതിന്റെ ശക്തി നിന്നെ ഒതുക്കോ. ഇന്ന് പല ആത്മാവിനെ പൊട്ടിക്കട്ടെ. അതല്ല നമ്മുടെ ഹർഗസിയ കരത്തിൽ കെട്ടിയ കയറുകളെ കത്തിച്ച്, കരത്തിൽ കെട്ടിയിരുന്ന പുതിയ കയറുകൾ കത്തി അത് ചണ പോലെയായി മാറിയല്ല. ചണ പോലെയായി മാറുകയല്ല, മാത്രമല്ല ചെയ്തത്, അത് കയ്യിൽ നിന്ന് ലഭിച്ച് താഴേക്ക് വീണു. ഇന്ന് പറയാൻ ആത്മാവിൽ പറയട്ടെ, പൊട്ടിച്ചു കളഞ്ഞില്ല, അതിനെ കത്തിച്ചു ചാരമാക്കി. അത് ധരിച്ചു കൈകളിൽ നിന്ന് വീഴുമ്പോൾ ഇനിയ കയറിന് തിരികെല്ലാം കഴിയത്തില്ല. ഇനിയ കയറ് കൊണ്ട് വെട്ടിക്കാൻ കഴിയത്തില്ല. തീ പിടിക്കോ, തീരത്തിയ തീരത്തിയ തീരത്തി തുടങ്ങിയ നിന്നെ കെട്ടിയത് പിന്നെ ശേഷിക്കത്തില്ല.
വാള് പോലെ ഇറങ്ങി വന്നു മുറിക്ക് മുറിയെല്ലാം കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് യുവമാർ പിന്നെയും കേട്ടു. മുറിയെല്ലാം കൂടെ കൂട്ടിക്കെട്ടിക്കൊണ്ട് യുവമാരാണ് കൂടി പിന്നെയും ദൈവം പറഞ്ഞു, ഞാൻ ഒന്നിനെ പൊളിച്ച കയറാണോ നിന്നെ ബന്ധിച്ചത്? ഇവരോർത്ത് ഇവൻ ഇനിയും ഫെലിസ്ത്യരുടെ കൈകൊണ്ട് തീരും. ദൈവത്തിന്റെ മഹത്വം അവന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ, അഭിഷേകം അവന്റെ മേൽ ഇറങ്ങി വന്നപ്പോൾ അവന്റെ കരത്തിൽ കെട്ടിയ ബന്ധനങ്ങൾ അഴിഞ്ഞു. അവന്റെ കരത്തിൽ കെട്ടിയ കയറുകൾ അഴിഞ്ഞു. അഭിഷേകം ചെറുതല്ല, അഭിഷേകം ചെറുതല്ല. അഭിഷേകത്തെ തിരിച്ചറിഞ്ഞു. എന്റെ യേശുവപ്പൻ വാഗ്ദത്തം പറഞ്ഞതാണ്, പിതാവിന്റെ ഇഷ്ടമാണ്. പിതാവിന്റെ ഇഷ്ടമാണെന്ന് ജനത്തിന്റെ മേൽ അഭിഷേകം യേശു കർത്താവ് വാഗ്ദത്തം പറഞ്ഞിട്ട് പോയ അഭിഷേകം. പഴയ നിയമ കാലഘട്ടങ്ങൾ പഠിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വന്നും പോയി. പഴയ നിയമ കാലഘട്ടങ്ങൾക്കകത്ത് പരിശുദ്ധാത്മാവ് വന്നും പോയിരുന്നു. നമ്മൾ ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, ദാവീദിന്റെ മേൽ അഭിഷേകം വന്നപ്പോൾ അവൻ കിന്നരം എടുത്തു പാടി. ശൗലിന്റെ മേലുള്ള ദുരാത്മാവ് അവനെ വിട്ടുപോയി. ദുരാത്മാവ് അവനെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ തന്നെ അഭിഷേകം അവനെ വിട്ടുപോയി. അപ്പോൾ പഴയ നിയമ കാലഘട്ടത്തിന്റെ അകത്ത് ഒരു പ്രവൃത്തി ചെയ്യേണ്ടതിന് വേണ്ടി മാത്രമാണ് ദൈവത്തിന്റെ ആത്മാവ്. ദാവീദിന്റെ ജീവിതത്തിൽ ഒരു പാപം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ദാവീദ് ദൈവത്തോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, സ്ഥിരമായ ഒരു അഭിഷേകം, നിലനിൽക്കുന്ന ഒരു അഭിഷേകം എന്റെ മേലൊന്ന് പകരാമോ? ചോദിക്കുന്നതാണ്, ഈ പാപത്തിന്റെ അകത്തേക്ക് ഞാൻ അകപ്പെട്ടു പോയതിന്റെ കാര്യം നിലനിൽക്കുന്ന ഒരു അഭിഷേകം എന്റെ മേൽ ഇല്ലാഞ്ഞത് കൊണ്ടാണ്. അതുകൊണ്ട് നിലനിൽക്കുന്ന ഒരു അഭിഷേകം എനിക്ക് വേണമെന്ന് പറഞ്ഞു ദാവീദ് ദൈവത്തോട് ചോദിക്കുക. അന്ന് പുതിയ നിയമസഭയുടെ പ്രത്യേകത മറ്റൊന്ന് നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിച്ചു. 1-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം. അത് കഴിഞ്ഞ് അതിന്റെ ആ കാലത്ത് ഏകദേശം 120 പേർ ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പറയുന്നത് രണ്ടിന്റെ 1 മുതൽ വായിച്ചത്. പെന്തക്കോസ്താൻ വന്നപ്പോൾ എല്ലാവരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂടി. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്തിൽ നിന്നൊരു മുഴക്കമുണ്ടായി. അവരിരുന്നിരുന്ന വീട് മുഴുവനും നിറച്ചു. അഗ്നിനാവ് പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷനായി. അവർ ഓരോരുത്തരുമേൽ പതിഞ്ഞു എന്നാണ്. യേശുവിന്റെ ശിഷ്യന്മാരും അവനോട് കൂടെ ചിലരും കൂടെ കൂടി 120 പേർ ഒരു മാളിക മുറിയിൽ എത്തുകയാണ്. കർത്താവ് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. യേശു കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് അവന്റെ ഉയർത്തെഴുന്നേറ്റു കഴിഞ്ഞപ്പോൾ പിതാവിന്റെ വലതുഭാഗത്തേക്ക് കരേറി പോകുമ്പോൾ തന്റെ ശിഷ്യന്മാരോടും താൻ പ്രത്യക്ഷനായവരോട് പറയും, നിങ്ങൾ കാത്തിരിക്കണം. എന്തിനു വേണ്ടി? എന്റെ ആത്മാവിന് വേണ്ടി, പരിശുദ്ധാത്മാവിന് വേണ്ടി നിങ്ങൾ കാത്തിരിക്കണം. ഇവരെല്ലാവരും ചെതറിപ്പോയവരാണ്. പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇതിനു മുമ്പേ ഒരു പ്രാവശ്യം അഭിഷേകം പ്രസംഗിച്ചതാണ്. പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയും, പത്രോസ് യേശു കർത്താവിനെ ദൂരവേ അനുഗമിച്ചൊരു വ്യക്തിയാണ്. യേശുവിനോട് പറഞ്ഞു, ഞാൻ നിന്നെ വിട്ടു പോകത്തില്ല, ആരൊക്കെ വന്നാലും
നിന്നെ വിട്ട് ഞാൻ പോകത്തില്ല. ഏത് റോമന്റെ പടയാളികൾ നിനക്കെതിരെ വന്നാലും ഞാൻ നിന്നെ വിട്ടു പോകത്തില്ലെന്ന് പറഞ്ഞ ഈ വ്യക്തി യേശുവിന്റെ പിന്നാലെ എന്ത് ചെയ്തു? അനുഗമിച്ചു. 3 പ്രാവശ്യം യേശു കർത്താവിനെ തള്ളി പറഞ്ഞു. ഒരു ചെറിയ ബാലിക്കാരിന്റെ മുൻപിൽ പോലും യേശുവിനെ അറിയത്തില്ലെന്ന് ആര് പറഞ്ഞു? പത്രോസ് പറഞ്ഞു. ഈ പത്രോസിന്റെ നേതൃത്വത്തിന്റെ അകത്താണ് യേശു കർത്താവിനെ വീണ്ടും തിരികെ വിളിച്ചുകൊണ്ട് വന്ന ഈ പത്രോസിന്റെ നേതൃത്വത്തിന്റെ അകത്താണ് ഇവരെവിടെ കൂടിയിരിക്കുന്നത്? മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരിക്കുന്നത്. മർക്കോസിന്റെ മാളിക മുറിയിൽ കൂടിയിരുന്ന് ഈ പരിശുദ്ധാത്മാവിന് വാഗ്ദത്തം പറഞ്ഞ ദൈവത്തിന്റെ ആത്മാവിന് വേണ്ടി ഇവർ കാത്തിരിക്കുമ്പോൾ അവിടെ കാണുകയാണ് അഗ്നി നാവ് പോലെ ജാല പോലെ പിളർന്നിരിക്കുന്ന നാവ് പോലെ എന്ത് ചെയ്തു? ഈ കൂടാരത്തിനകത്ത് അല്ലെങ്കിൽ ഈ മാളിക മുറിക്കകത്തേക്ക് ഇറങ്ങി വന്നു. അവിടെ എഴുതപ്പെട്ടിരിക്കുന്ന ഓരോരുത്തരുടെ മേൽ, ഒരാളുടെ മേലല്ല, എത്ര പേർ അതിൻ്റെ അകത്തിരുന്നോ അത്രയും ആൾക്കാരുടെ മേൽ ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി പതിയപ്പെട്ടു. വന്നെന്ന് എഴുതിയിരുന്നെങ്കിൽ നമുക്ക് ചിന്തിക്കാതെ പോകുന്നതാണ്. പക്ഷെ ആ വാക്ക് അങ്ങനെ ഉറപ്പിച്ചെഴുതിയിരിക്കുകയാണ്. ഒരു ചിന്തകൻ കാൽവിൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം എഴുതിയിരിക്കുകയാണ്, അന്ന് മുതൽ ഈ ആത്മാവ് അവന്റെ മേൽ സീൽ ചെയ്യപ്പെട്ടു. സീൽ ചെയ്യപ്പെട്ട മാറ്റമുണ്ടോ? ഗവൺമെന്റിന്റെ സീല് നമ്മുടെ ഒരു പേപ്പറിന്റെ മേൽ വീണാൽ ആ പേപ്പർ നശിച്ചു പോകുന്നവിടെ വരെ ആ സീലിന് വാല്യൂ. പണ്ട് കുത്തിയതാണെന്നും പറയേണ്ട കാര്യമില്ല. പണ്ട് വർഷങ്ങൾക്ക് മുൻപേ കുത്തിയ സീലാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത് 3 വർഷം കഴിഞ്ഞാലും ആ പേപ്പറിന് എന്തുണ്ട്? അതിന്റെ വിലയുണ്ട്. അതുകൊണ്ടാണ് ആ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഇവരുടെ മേലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി പതിയപ്പെട്ടു, അത് സീൽ ചെയ്യപ്പെട്ടു എന്ന് പറയാൻ നിന്നിൽ നിന്ന് ഇനിയും വിട്ടുപോകുന്നതല്ല, നിന്റെ മേൽ നിലനിൽക്കുന്നതിന് പുതിയ സഭയുടെ മേൽ പകർന്ന അഭിഷേകം അത് മാറിപ്പോകുന്നതല്ല, ഏതെങ്കിലും സമയങ്ങളിൽ വെളിപ്പെടുന്നതല്ല. അത് നിന്റെ മൺകൂടാരങ്ങളെ മേലത് പകരപ്പെട്ടതാ, അത് പതിയപ്പെട്ടതാ. ഇതുവരെ പതിയപ്പെട്ട അഭിഷേകമുള്ളത് തിരിച്ചറിയട്ടെ. മേലിനെ അഭിഷേകം അത് നിലനിൽക്കുന്നതാണെന്ന്. നമ്മുടെ എല്ലാ വിഷയം നമ്മുടെ മേൽ വീണിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തിയെ നമുക്കറിയത്തില്ല. അതിന്റെ പവർ എന്താണെന്ന് നമുക്കറിയത്തില്ല. അതിന്റെ കരുത്ത് എന്താണെന്ന് നമുക്കറിയത്തില്ല. നമ്മൾ വിഷയങ്ങളുടെ മുൻപിൽ പതറിപ്പോകുക, വിഷയങ്ങളുടെ മുൻപിൽ തകർന്നു പോകുക. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്റെ മേൽ വീണ അഭിഷേകം അത് യേശുവിന്റെയാണ്. നിന്റെ മേൽ വീണ അഭിഷേകം അത് പതിയപ്പെട്ടതാണ്. യേശുവിന്റെ അഭിഷേകമുള്ള പരിശുദ്ധാത്മാവിന്റെ ശക്തിയുള്ള ഈ ഒതുങ്ങാൻ എന്റെ ദൈവം സമ്മതിക്കത്തില്ല. നിലനിൽക്കുന്ന അഭിഷേകമാണ് ശിംശോന്റെ മേലെങ്കിൽ അവനെ കെട്ടാൻ ഈ കയറുകൊണ്ട് കെട്ടുമോ? കെട്ടുന്ന കയർ അന്നാരെ കഴിക്കും. എത്ര കെട്ടിയാലും ഇവനെ കെട്ടിപ്പൂട്ടാൻ പറ്റത്തില്ല. ഇന്ന് പകൽ ശിംശോൻ ഇല്ലാത്തൊരു ഭാഗ്യമാണ് നമ്മുടെ മേലുള്ളത്. ശിംശോന്റെ മേൽ പകരാത്തത് നമ്മുടെ മേൽ പകരുന്നത്, നമ്മുടെ മേൽ പകരുന്നത് നിലനിൽക്കുന്നതാണ്. നമ്മുടെ മേൽ പകരുന്നത് ചില സമയങ്ങളിൽ മാത്രം വരുന്നതല്ല. ഓ ഹല്ലേലൂയ, ഏതാ സമയവും നിന്റെ മേൽ ഇന്ന് പകൽ നിലനിൽക്കുന്ന അഭിഷേകം ഈ ജനത്തിന്റെ മേൽ എങ്ങനെയോ പകരട്ടെ. ഇന്ന് പകൽ നീ പ്രാപിച്ചോ? നഷ്ടപ്പെട്ടുപോയ നിന്റെ അഭിഷേകത്തെ ഇന്ന് പകൽ നീ പ്രാപിച്ചോ? ഇന്ന് പകൽ അഭിഷേകത്തിന് പുതുക്കമുണ്ടാകട്ടെ.
എന്റെ മകൻ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നിന്നെ ഒതുക്കാൻ ഒന്നിനും കഴിയത്തില്ല. നിന്റെ മേൽ അഭിഷേകമുണ്ടെങ്കിൽ നിന്നെ പൂട്ടാൻ കഴിയത്തില്ല. നിന്റെ മേലുള്ള അഭിഷേകം നിലനിൽക്കുന്ന അഭിഷേകമാ. നിന്റെ മേൽ വീഴപ്പെട്ട അഭിഷേകം നിലനിൽക്കുന്ന അഭിഷേകമാ. ഒന്നിനും നിന്നെ പിടിച്ചു കെട്ടാൻ കഴിയത്തില്ല. ഒരു ശക്തിക്ക് നിന്നെ ഒതുക്കാൻ കഴിയത്തില്ല. ഒന്നിന്റെ മുന്നിൽ നീ ഭയപ്പെടത്തില്ല. ഒന്നിന്റെ മുന്നിൽ നീ തിരിച്ചോടത്തില്ല. പത്രോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ പത്രോസ് 3 പ്രാവശ്യം യേശുവിനെ അറിയത്തില്ലെന്ന് തള്ളിപ്പറഞ്ഞവരല്ലേ. പക്ഷെ ഈ ശക്തി അവന്റെ മേൽ വന്നു കഴിഞ്ഞപ്പോ അവൻ എന്ത് ചെയ്യ, പുരുഷാരത്തിന്റെ ഇടയിലേക്ക് അവൻ ഇറങ്ങി. അതുവരെ ഇവനെല്ലാം ഒളിവില്ല. യേശുവിന്റെ ശിഷ്യന്മാരെല്ലാം എവിടെയാ? ഒളിവില്ല. ശക്തി ഇവന്റെ മേലേക്ക് വീണപ്പോ ഇവന്റെ ഭയം അങ്ങ് മാറി. 3000 പേർ ഒറ്റ പ്രസംഗത്തിൽ രക്ഷിക്കപ്പെടണമെങ്കിൽ, സ്നാനമേൽക്കണമെങ്കിൽ, സഭയോട് ചേരണമെങ്കിൽ ഇവൻ നിന്ന് പ്രസംഗിച്ചത് എത്രയാളുടെ മുൻപിലാണ്? ഈ അഭിഷേകം അവന്റെ വീണപ്പോ ഇതുവരെ പേടിച്ച ഭയന്ന ഒരിക്കലും അവൻ നോക്കുന്നില്ല. അവരുടെ മടിയിലേക്ക് അവൻ ഇറങ്ങി ചെല്ലുകയാ. ഇന്ന് പല ആത്മാവിനോട് അങ്ങനെ പ്രവചിക്കാൻ പറയുക. പരിശുദ്ധാത്മാവിനോട് ഇന്നലെ പ്രവചിക്കാൻ പറയുക. ആത്മാവിനോട് പ്രവചിക്കാൻ പറയുക. നിങ്ങളുടെ അങ്ങനെ ഫലച്ച ഇന്ന് പലരും ഫലകയോ. പല സ്ഥലത്തും നീ പേടിച്ചു പോയി. പല സ്ഥലത്തും നീ ഭയപ്പെട്ടു പോയി. ഇന്നലെ ആത്മാവിനോട് അങ്ങനെ പറയാൻ പറയുക. ഈ ഭയപ്പെട്ട സ്ഥലങ്ങളിൽ ചിലരുടെ പരിശുദ്ധാത്മാവിന്റെ വലിയ കവിഞ്ഞൊഴുക്കുന്ന സമയമില്ല. ഭയപ്പെടത്തില്ല. റോമൻ ഗവൺമെന്റിനെ ഭയപ്പെടത്തില്ല. യഹൂദന്മാരെ ഭയപ്പെടത്തില്ല. ന്യായശാസ്ത്രിമാരെ ഭയപ്പെടത്തില്ല. പുരോഹിതന്മാരെ ഭയപ്പെടത്തില്ല. ദേശത്തിന്റെ ശക്തിയെ ഭയപ്പെടത്തില്ല. അഭിഷേകമുള്ളവരെ നിന്റെ വാക്തത്വത്തിലേക്ക് ഇനി നീ ഫലം പറഞ്ഞിരിക്കത്തില്ല. ഇനി നീ പറഞ്ഞിരിക്കത്തില്ല. ഇനി നീ യേശുവിനെ തള്ളി പറയത്തില്ല. നിങ്ങളുടെ അഭിഷേകം വന്നപ്പോ നിങ്ങളുടെ ഫലം വന്ന ദേശത്തിലെ ശക്തിയുടെ അല്ല, ഒരു മനുഷ്യന്റെ അല്ല. റോമൻ ഗവൺമെന്റിന്റെ ഇന്ത്യ പൊട്ടിച്ചവന്റെ ശക്തി ഇതുവരെ ഒരുത്തരും റോമൻ ഗവൺമെന്റിന്റെ ഇന്ത്യ മുദ്രയെ പൊട്ടിച്ചിട്ടില്ല. അത് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ യേശു മാത്രം. ഈ യേശുവിന്റെ ശക്തിയായി എന്റെ മേൽ വീണെന്ന് അപ്പോസ്തലന്മാർ മനസ്സിലാക്കിയപ്പോ അവർക്ക് മനസ്സിലായി. റോമിന്റെ കെട്ടിയെ പൊളിക്കാം, അതിന്റെ ശക്തിയെ ജയിക്കാം, അതിന്റെ വാതിലുകളെ തുറക്കാം. കഴിയുന്ന ശക്തിയാണ് എന്റെ മേൽ വീണത്. എന്ന് പറഞ്ഞ് തിരിച്ചറിയോ, നിന്റെ മേൽ വീണ അഭിഷേകം മനുഷ്യന്റെ അല്ല. നിന്റെ മേൽ വീണ അഭിഷേകം ദേശത്തിന്റെ അല്ല. നിന്റെ മേൽ വീണ അഭിഷേകം വചനത്തിന്റെ അല്ല. നിന്റെ മേൽ